എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിന്റെ 15ാമത് നോവൽ ശുക്ർ പ്രകാശനം ചെയ്തു. വലപ്പാട് ലെല്ല പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലെല്ല പബ്ലിക്കേഷൻസിന്റെ 16ാമത് വാർഷികാഘോഷ ചടങ്ങിൽ വെച്ചാണ് ശുക്ർ പ്രകാശനം ചെയ്തത്. ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തന്നെ കേൾക്കാറുണ്ട്, തന്നെ വായിക്കാറുണ്ട് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് ബാപ്പു വലപ്പാട് എഴുത്തുകാരനായത്. പല പ്രസിദ്ധരായ എഴുത്തുകാരും ഒരു ഘട്ടം കഴിയുമ്പോൾ എഴുത്ത് വെറുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലെ ഒടുവിലൊന്നും എഴുതിയിട്ട് മുഹമ്മദ് ബഷീറും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബാപ്പു എപ്പോഴാണ് എഴുത്ത് നിർത്തുന്നത്? ഞങ്ങൾക്ക് വീണ്ടും ഒന്നും പറയാനില്ല എന്ന് തോന്നുക. എഴുതാൻ ഫുൾ സ്റ്റോപ്പ്. അപ്പോ ഫുൾ സ്റ്റോപ്പിന് തയ്യാറല്ല മാത്രമല്ല, വീണ്ടും വീണ്ടും മണപ്പുറത്തിന്റെ പ്രവാസി വിവിധ മണ്ഡലങ്ങളിൽ താൻ കണ്ട അനുഭവങ്ങളിൽ നിന്നാണ് എല്ലാ കലാകാരന്മാരും തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് അപ്പുറത്ത് ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്. ഒരുപാട് ചരിത്രം പൊതുവെ ഏത് കാലത്ത് സ്മരിക്കപ്പെടുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ പ്രദേശമാണ് മലപ്പുറത്തിന്റെ നിരവധി നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, സി അച്യുതാനന്ദൻ തൊട്ട് മുഹമ്മദ് റഹ്മാൻ സാഹിബ് വരെ രാമോഹനേട്ടനെ പോലുള്ള പ്രസിദ്ധരായ എഴുത്തുകാർ. മറ്റൊരു വലപ്പാട് വലപ്പാടിനൊപ്പമുള്ളത് ഹബീബ് വലപ്പാട്. ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറും ശുക്ർ രചയിതാവുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. എന്റെ ലെല്ല പബ്ലിക്കേഷൻസിന്റെ 16ാം വാർഷികവും 15ാമത് പുസ്തകവും നമ്മുടെ ഫിഷറി സ്കൂൾ HM ഷെയ്ഫ ടീച്ചർക്ക് ഒരു പുരസ്കാരവും കൂടിയാണ് ഇന്ന് ഇവിടെ വെച്ച് നടത്തുന്നത്. വർഷങ്ങളായി ഞാൻ എൻ്റെ പബ്ലിക്കേഷനുമായുള്ള പ്രവർത്തനങ്ങൾ നാട്ടിയ മണപ്പുറത്ത് തുടങ്ങിയിട്ട് അതിന് എല്ലാവിധ ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെയേറെ പ്രോത്സാഹനം തരാറുണ്ട്. ഇതിൽ തുടങ്ങിയതാണ് പ്രസിദ്ധീകരണം. 2025 നിൽക്കുന്നു. എല്ലാ പരിപാടികൾക്കും നാട്ടിലെ നല്ലവരായ എന്നെ സ്നേഹിക്കുന്ന അവരുടെ പ്രോത്സാഹനങ്ങളും വിമർശനങ്ങളും എനിക്കുണ്ട്. അതാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയം. എന്തായാലും കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട PT കുഞ്ഞു മുഹമ്മദ് അവരുകളാണ് ഉദ്ഘാടനം. ബഹുമാനിക്കുന്ന അശോക് ജൈവിൽ സാറാണ് പുസ്തക പ്രകാശനം. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാഹിത്യകാരൻ അശോകൻ ചെറുവിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പറഞ്ഞ പോലെ അദ്ദേഹം മണപ്പുറത്ത് തൻ്റെതായ രീതിയിൽ എഴുത്ത് മാത്രമല്ല തൻ്റെ സാഹിത്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വലിയൊരു സാംസ്കാരിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹം പ്രധാനമായും മൂന്നുന്നത് പുതിയ തലമുറയാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ, പ്രത്യേകിച്ചും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മണപ്പുറത്ത് വിവിധങ്ങളായിട്ടുള്ള സാഹിത്യ സദസ്സുകൾ നടത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതുപോലുള്ള പുസ്തക പ്രകാശന സദസ്സുകളിലൊന്നും കാണാത്ത ഒരു തലമുറയാണ്, ഒരു വിഭാഗമാണ്. മായ കോളേജിലെ കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നത് അതൊരു വലിയ ദൗത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള സാംസ്കാരിക സാമൂഹിക പരിപാടികളിൽ വരാതെ അടച്ചു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരാണ് നമ്മുടെ പുതിയ കുട്ടികൾ. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല സദസ്സുകളും അവർക്ക് അനുയോജ്യമല്ല. പുതിയ തലമുറയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കരുത്തുണ്ടല്ലോ.
അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ലോകം സൃഷ്ടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ, അവരുടേതായിട്ടുള്ള രീതികൾ, ശൈലികൾ അതൊക്കെ ഉണ്ട്. അതിനൊന്നും ഇടം കിട്ടാത്ത വളരെ യാന്ത്രികമായ, അതിന് വ്യവസ്ഥാപിതമായ, അതിന് അവർ ചില പേരുകളൊക്കെ ഇട്ടുണ്ട്. ഇത്തരത്തിലുള്ള വേദികളിലേക്ക് തങ്ങളുടേതല്ലാത്ത, തങ്ങളുടെ തലമുറയെ പ്രതിനിധീകരിക്കാത്ത വേദിയിലേക്ക് വരാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ R. A. സഖറിയ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ സംസ്ഥാന PT അവാർഡ് ജേതാവ് മുഹസിൻ പാടൂർ പുസ്തക പരിചയം നിർവഹിച്ചു. ചടങ്ങിൽ വച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക PM ഷരീഫ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് തളിക്കുളത്തെ മെമന്റോ നൽകി ആദരിച്ചു. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി MA സലീം, അബ്ദുൽ നദ്വി, ജീവകാരുണ്യ പ്രവർത്തകൻ റൌഫ് ചേറ്റുവ, ചലച്ചിത്ര സംവിധായകൻ പ്രീംസൺ ഇരിങ്ങാലക്കുട, GDM സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ്, ഷൈനി ജിത്ത് വേളയിൽ, അബ്ദുട്ടി കൈതമുക്ക് എന്നിവർ സംസാരിച്ചു. സംഗീത അവതരിപ്പിച്ച നാടൻപാട്ട് ചടങ്ങിന് മിഴിവേകി. യുവത്വത്തിന് മുഞ്ചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുന്നക്കുരു ബസാറിലും ഫേഷ്യൽ, ഹെയർ കട്ട്, ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ കളറിംഗ്, ഹെഡ് മസാജ്, ഹെന്ന ട്രീറ്റ്മെന്റ്, ബിയർഡ് സെറ്റിംഗ്, ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ബ്ലീച്ചിംഗ്, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, വെഡിംഗ് മേക്കപ്പ്, ബ്ലീച്ചിംഗ് ആൻഡ് ക്ലീനപ്പ് ആൻഡ് സ്പാ, വോ കട്ട്സ്, ജെന്റ്സ് ബ്യൂട്ടി പാർലർ, പുന്നക്കുരു ബസാർ. ഫോൺ 9072076660 048029800022. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ, ഇൻസ്പയർ ആർക്കേഡ്, 3 പീടിക. ഫോൺ 9562686660 048029800033. ബ്രൈഡൽ മേക്കപ്പ്, സ്പാ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ ട്രീറ്റ്മെന്റ്, ഫേഷ്യൽ, ഐ കെയർ, ഹെയർ കളറിംഗ്, വാക്സിംഗ്, സ്കിൻ ട്രീറ്റ്മെന്റ്, സ്മൂത്തനിംഗ്, മെഹന്തി, വോ കട്ട്സ്, ജെന്റ്സ് ബ്യൂട്ടി പാർലർ, കാളമുറി, ചളിങ്ങാട്. ഫോൺ 9947777300. You're watching True Line News.